ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയേച്ചർ കിച്ചണിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉമ്മയുടെ വീട്ടിൽ നിന്ന് മിനിയേച്ചർ കുക്കിംഗ് ചെയ്യാൻ പോണേട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റിക്ക് കഞ്ഞിയും ചമ്മന്തിയാണ് ഉണ്ടാക്കണം. എനിക്കിപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് എന്താ മിനിയേച്ചർ ചെയ്യാത്തതെന്ന് വെച്ചിട്ട്. എനിക്കിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ആളിനോട് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് മിനിയേച്ചർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉമ്മയുടെ വീട്ടിൽ എന്തായാലും നിൽക്കാൻ വന്നല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞാൻ എന്തായാലും മിനിയേച്ചർ വീഡിയോ ചെയ്യാൻ പോണേ. ഞാനും കേക്കയും കൂടി ഇപ്പോൾ ചമ്മന്തിക്കുള്ള പുളി എടുക്കാൻ പോണേണ്. അപ്പോൾ ഞങ്ങൾ നടക്കണതിൻ്റെ ഇടയിൽ ഒരു വീട് കണ്ടിട്ടാ. എനിക്ക് ആ വീട് കണ്ടിട്ട് നല്ലോണം പേടിയായി, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണമായിരുന്നു. അത് ഉമ്മ എൻ്റെ അടുത്ത് കുറേ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് അത് കണ്ടിട്ട് നല്ല പേടിയായി ആ വീട് കണ്ടിട്ട്. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലെ മൾബറി മരത്തിൽ നിന്ന് കുറേ മൾബറി പറിച്ചിട്ട. അപ്പോൾ അതും തിന്നുകൊണ്ടാണ് ഞാൻ പുളി എടുക്കാൻ പോയത്. അങ്ങനെ അമ്മയുടെ വീട്ടിൽ തന്നെ ചെന്നിട്ട് ഞാൻ പുളിയൊക്കെ എടുത്തിട്ട. ഒരുപാട് പുളി ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കുറച്ച് പൊക്കത്തായിരുന്നിട്ട് എനിക്ക് കൈ എത്തിയില്ല. അതാണ് അടിയിൽ വീണ നല്ല എല്ലാ പുളികളും ഞാൻ ഇങ്ങനെ പെറുക്കി എടുക്കാണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുളി തിന്നാൻ നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്, നല്ല രസമാണ്. ഒരുപാട് പുളി ഉണ്ടായിരുന്നു പൊക്കത്ത്. അങ്ങനെ ഞാനും കേക്കും കൂടി എൻ്റെ കുഞ്ഞി കൊട്ടയിലെ പുളിയെല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കേക്കയും കൂടി വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ എല്ലാ മൺകലങ്ങളും എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഈ മൺകലങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ശരിക്കും ഈ മൺകലമൊക്കെ എടുത്തപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ ഫ്രണ്ട്സ്. ഇത്രയും നാൾ മിനിയേച്ചർ ചെയ്യാതെല്ലാം ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എനിക്ക്. അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ മൺകലങ്ങളെല്ലാം ഇങ്ങനെ കഴുകിയെടുക്കാനായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഈ തെളിഞ്ഞ വെള്ളത്തിലാണ് കഴുകണം. ഇത് ഉമ്മയുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വന്നെയാണ്. അപ്പോൾ അത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞാൻ ഇടയ്ക്ക് കുടിക്കണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കാലും അവിടെ ഇട്ട് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എല്ലാ മൺകലങ്ങളും ഇങ്ങനെ കഴുകിയെടുക്കണേണ്. അങ്ങനെ ഞാൻ പോയി പാത്രം എടുത്തിട്ട് ചമ്മന്തിക്ക് ആവശ്യമുള്ള മുളക് പറിക്കാൻ പോയിട്ട്. അപ്പോൾ ഇവിടെ തോട്ടത്തിൽ തന്നെ മുളക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മുളക് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കണേണ്. ഇവിടെ വെള്ളക്കാന്താരി ഉണ്ട് ഫ്രണ്ട്സ്. എൻ്റെ പൊന്നോ, അതിൻ്റെ എരിവിനെക്കുറിച്ച് പറയേണ്ട, ഭയങ്കര എരിവാണ്. പിന്നെ ഇവിടുത്തെ ഉണ്ടമുളകിനും അതേ നല്ല എരിവാണ് കേട്ടോ. ഇവിടുത്തെ നല്ല എല്ലാ ഉണ്ടമുളകിനും നല്ല എരിവാണ്. അപ്പം ഈ ഉണ്ടമുളക് ഞാൻ പണ്ട് മുന്തിരി എന്നും പറഞ്ഞ് ചവച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എരിഞ്ഞ് കിടന്ന് ഓടിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ഉണ്ടമുളകെല്ലാം പറിക്കണേണ്. അങ്ങനെ എനിക്കിപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള മുളകും കിട്ടിയിട്ടുണ്ട്, പുളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഉള്ളിയും കല്ലുപ്പും കൂടിയും വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ സംഘടിപ്പിക്കണത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ മൺകലങ്ങളും കൂടി എടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്യണ സ്ഥലത്ത് കൊണ്ടുപോയി വച്ച് എന്നിട്ടാണ് ഞാൻ അടുത്ത പണിയിലേക്ക് പോയത് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ കഞ്ഞിയും ചമ്മന്തിയുടെയും ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 പാർട്ടായിരുന്നു ഇട്ടത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ വീഡിയോ ഇടുമെന്ന്. ആ വലിയ വീഡിയോ ഉണ്ട് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ എൻ്റെ ഷോർട്ട് കാണാത്തവരും കൂടി ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ കുഞ്ഞുള്ളി വെയിറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുഞ്ഞി കട്ടിംഗ് ബോർഡും കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉള്ളി ആദ്യം അരിഞ്ഞിട്ടുണ്ട്. ഇത് ചതക്കാനുള്ള കാരണം കുഞ്ഞൊന്നും അരിയണ്ട. പിന്നെ ആ മുളകിൻ്റെ നെട്ടൊക്കെ ഒന്ന് ഒടിച്ച് കളയണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ ഒടിച്ചുകൊണ്ടിരിക്കണേട്ടോ. ഇവിടെ നിന്ന് ഓടിക്കാൻ നല്ല പ്രത്യേക സുഖമായിരുന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ പച്ചപ്പിൽ പുറത്തിരുന്ന് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അടുത്തത് ഞാൻ നമ്മുടെ പുളിയാശാനെ എടുത്തിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കൂടി ഞാൻ മാറ്റിയെടുക്കണേ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പുളി മുറിക്കുമ്പോഴെനിക്ക് വായിന്ന് ഇങ്ങനെ വെള്ളം വരും ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പുളി കടിക്കണ്ടായിരുന്നു. പിന്നെ ഞാനത് കഴിച്ചില്ല. നല്ല പുളിയായിരുന്നു. ഇത് പച്ചയുമല്ല പഴുത്തതുമല്ല, ഒരു മീഡിയം സൈസ് പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുളിയെല്ലാം കൂടിയും പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അധികമൊന്നും എടുത്തില്ല പുളി, കുറച്ച് ഞാനിക്കാക്കി ഉപ്പും മുളക് ഇട്ട് തിന്നാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഉരലെടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞുരലെടുക്കാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇവിടുത്തെ വലിയ ഉരൽ തന്നെയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ പുളിയും ഉണ്ടമുളകും കാന്താരിമുളകും ഞാൻ ആകെ ഒരെണ്ണം ഇട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എരിഞ്ഞോടുന്നത് കാണാം. അപ്പോൾ ഞാൻ കാന്താരിമുളകും ഉണ്ടമുളകും പിന്നെ ഉള്ളി, കല്ലുപ്പ് പുളിയൊക്കെ കൂടി ഇട്ട് ഞാൻ ചതച്ചങ്ങോട്ട് എടുത്ത് ഫ്രണ്ട്സ്. എൻ്റെ പൊന്നും എൻ്റെ വായിന്ന് വെള്ളം വന്നെ, നല്ല രസമായിരുന്നു. ഞാൻ അതങ്ങോട്ട് ചതച്ച് ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞു കലത്തിൽ. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതാണ് ഞാൻ അരി വെള്ളത്തിലിട്ട് ഇതാക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് കയ്യിലേക്ക് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട്, ഇത് വറുക്കാനൊന്നുമല്ല കേട്ടോ ചീഞ്ചട്ടിയിലിട്ടത്, വെറുതെ ഇട്ടതാണ്. പിന്നെ ഞാൻ എൻ്റെ കൈ അങ്ങോട്ട് നക്കി നോക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പോരാതെ നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ആ കഞ്ഞിയെ അടപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അടപ്പും വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു, അതാണ് ഞാൻ ഇവിടെ തന്നെ കേട്ടോ അടപ്പ് കൂട്ടിയത്. അങ്ങനെ ഞാൻ തന്നെ അടപ്പ് കഞ്ഞിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് മക്കളെ നമ്മളുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി ഒരു പാത്രത്തിലേക്ക് ഇടണേണ്. കൂടാതെ ഞാൻ മൺകലത്തിൽ തന്നെ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഫുൾ കുക്കിങ്ങും മൺകലത്തിലാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ ഒപ്പം ചമ്മന്തിയും പിന്നെ ഒരു കാന്താരി മുളക് വെച്ചിട്ടാ. ഈ കാന്താരി മുളക് എനിക്ക് തിന്നാനല്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. ഈ കാന്താരി മുളക് എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കഞ്ഞിയെ കുടിക്കാൻ പറ്റില്ല, നല്ല എരിവായിരിക്കും. അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കൂടി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് കഞ്ഞിയും ചമ്മന്തിയും. അപ്പോൾ ഞാൻ എൻ്റെ വെറൈറ്റി സ്പൂണാണ് ഇത്. അപ്പോൾ ഇത് ഉമ്മി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, പണ്ട് ഇങ്ങനെയൊക്കെയാണ് കഞ്ഞി കുടിക്കണമെന്ന്, ഈ പ്ലാവിലേക്ക് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയായിരിക്കും ബൈ ബൈ.